മണിപ്പൂരിലെ മലയോര മേഖലകളിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിനടുത്ത് മിഷനറി പ്രവർത്തനം നടത്തുന്ന മലയാളി വൈദികനായ ഫാദർ ഫ്രാൻസിസ് ചെറുവിള SDB മണിപ്പൂർ ജനത ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വൈദികനാണ്. ജനങ്ങൾക്കിടയിൽ അദ്ദേഹം സൈക്കിൾ അച്ഛൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1986 മുതൽ മണിപ്പൂരിൽ സേവനം ആരംഭിച്ച അച്ഛൻ യൂറോപ്പിൽ നിന്നെത്തിയ ചില യുവാക്കൾ സുവിശേഷ പ്രഘോഷണത്തിനായി സൈക്കിൾ യാത്ര നടത്തുന്നത് കണ്ട് ആ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ യാത്രയ്ക്ക് തുടക്കമിട്ടത്. സാധാരണ ജനങ്ങളിലേക്കും വിവിധ ഗോത്ര വിഭാഗങ്ങളിലേക്കും കൂടുതൽ എളുപ്പത്തിൽ എത്തിച്ചേരാനും അവരുടെ വീടുകളിൽ പോയി അവരോടൊപ്പം കഴിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ സൈക്കിൾ യാത്ര തന്നെ സഹായിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. കടുത്ത മഞ്ഞും മഴയും മണ്ണിടിച്ചിൽ ഭീഷണികളുമൊന്നും വകവയ്ക്കാതെ മണിപ്പൂർ, മേഘാലയ, അസം, നാഗാലാൻഡ് തുടങ്ങിയ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ദുർഘടമായ പാതകളിലൂടെ അദ്ദേഹം 10,000-കണക്കിന് കിലോമീറ്ററുകൾ സൈക്കിളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. തന്റെ സൈക്കിളിനെ കാവൽ മാലാഖ എന്ന് വിശേഷിപ്പിക്കുന്ന അച്ഛൻ കുർബാന അർപ്പിക്കുന്നതിനായി 27 കിലോമീറ്റർ വരെ സൈക്കിൾ ചവിട്ടാറുണ്ട്. വഴിയരികിലെ സാധാരണക്കാരെയും യുവാക്കളെയും കണ്ട് ഈശോയുടെ വചനം പങ്കുവയ്ക്കാൻ ഈ യാത്രകൾ അദ്ദേഹത്തെ സഹായിക്കുന്നു. ഇപ്പോഴിതാ കേരളത്തിന്റെ മണ്ണിലൂടെയും അദ്ദേഹത്തിന്റെ സൈക്കിൾ ചക്രങ്ങൾ ഉരുളുന്നു. കൊല്ലത്ത് തില്ലേടിയിൽ വെച്ച് ഷാലോം ന്യൂസിനോട് അദ്ദേഹം സംസാരിക്കുന്നു. ഞാനൊരു സലീഷ്യൻ വൈദികനാണ്. 1983 എൻ്റെ ഓർഡിനേഷൻ. അത് കഴിഞ്ഞിട്ട് നാഗാലാൻഡ്, മണിപ്പൂർ എന്നീ സ്ഥലത്തിലാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. അവിടെ സാധാരണ എല്ലാവരും വണ്ടിയിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്, ജീപ്പിലോ കാറിലോ ഒക്കെ. പക്ഷേ എനിക്ക് സൈക്കിൾ ചവിട്ടാനാണ് ഇഷ്ടം. അതുകൊണ്ട് എല്ലായിടത്തും സൈക്കിളിൽ തന്നെ പോകുന്നു. അതുകൊണ്ട് കുറേ പേരെന്നെ സൈക്കിൾ അച്ഛനെന്നാണ് വിളിക്കുന്നത്. രണ്ടായിരത്തി 2008 ഞാൻ ഈ സൈക്കിൾ ചവിട്ട് സീരിയസ് ആയിട്ട് തുടങ്ങിയത്. കൊച്ചിലെ സൈക്കിൾ ചവിട്ടാനൊക്കെ ഇച്ചിരി ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മിഷൻ പ്രദേശത്ത് പോയി കഴിഞ്ഞിട്ട് മലം പ്രദേശമായതുകൊണ്ട് അധികം ആളുകൾ സൈക്കിൾ അവിടെ ചവിട്ടുന്നില്ല. പക്ഷേ 2008 5 ജർമ്മൻ പിള്ളേർ ഫാദർ VM തോമസിൻ്റെ നേതൃത്വത്തിൽ 5000 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി മറ്റ് പാവപ്പെട്ട പിള്ളേർക്ക് വേണ്ടിയൊക്കെ കുറേ കാശ് കളക്ട് ചെയ്ത് അവരുടെ എഡ്യൂക്കേഷനായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. 2500 കിലോമീറ്റർ യൂറോപ്പിലും 2500 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും അവർ സൈക്കിൾ ചവിട്ടി. അവർ ഇംഫാലിൽ വരുന്ന സമയത്ത് എനിക്കും അവരുടെ സൈക്കിൾ തന്നു. കുറേ ചവിട്ടി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഒരു സൈക്കിൾ മേടിച്ചു. എല്ലാ കാര്യത്തിനും സൈക്കിളിൽ തന്നെ പോകാൻ തുടങ്ങി. പോപ്പ് ഫ്രാൻസിസ് പോപ്പായിരുന്ന സമയത്ത് പുള്ളി ഒരു എഴുത്തെഴുതി ഇതുപോലെ, ഈ ലൗദാത്തോ സി എന്നും പറഞ്ഞു, നമ്മുടെ ലോകം, എർത്ത് ഈസ് അവർ മദർ ആൻഡ് വി മസ്റ്റ് പ്രൊട്ടക്റ്റ് അവർ മദർ. ഒരു വിധത്തിൽ നമ്മുടെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഇത് ചെയ്യണം. വണ്ടിയൊക്കെ നിർത്തി പെട്രോൾ ആൻഡ് ഡീസൽ ബേണിംഗ് അതൊക്കെ നിർത്തി സൈക്കിൾ ചവിട്ടിയാൽ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതായിരിക്കും, നമ്മുടെ ഈ ലോകത്തിനും നല്ലതായിരിക്കും. അതുകൊണ്ട് ആ ഇൻട്രസ്റ്റ് എടുത്ത് ഞാൻ എല്ലായിടത്തും സൈക്കിൾ മാത്രം യാത്ര ചെയ്യാൻ തുടങ്ങി. സാധാരണ നമ്മൾ വണ്ടിയിലൊക്കെ പോയാൽ ഒരു കുർബാനയ്ക്ക് പോയി കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിലങ്ങ് തിരിച്ചു പോകുന്നു. പക്ഷേ ഈ സൈക്കിളാണെങ്കിൽ ആളുകളോട് സമയം ചെലവഴിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ അറിയാനും അവരുടെ കൂടെ സംസാരിക്കാനും ഒക്കെ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആളുകളുമായിട്ടുള്ള ബന്ധം കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ സൈക്കിൾ ചവിട്ട് വഴി. കൊഹിമയിലൊക്കെ എന്നെ അവർ ഫാദർ പെറ്റഖലെ എന്നാണ് പറയുന്നത്. എന്നാലും എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മൾ അവരുടെ ഭാഷ അറിയുന്നതുകൊണ്ട് അവരുടെ ഭാഷയിൽ തന്നെ നമുക്ക് പേര് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സൈക്കിൾ ചവിട്ട് വഴി എനിക്ക് തോന്നുന്നത് മനുഷ്യരുടെ ഹൃദയത്തിൽ എത്താൻ ഒരു സാധ്യതയുണ്ട്. ഈ സൈക്കിൾ ചവിട്ടി സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെടാനും അവരുടെ കാര്യങ്ങളെ പറ്റി ചോദിക്കാനും അവരുടെ വീടുകളിൽ കയറി പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു നല്ല സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൈക്കിൾ ചവിട്ടിന് ഇൻട്രസ്റ്റ് ഉള്ളത്. അതുകൊണ്ടാണ് അവരെ എന്നെ സൈക്കിൾ ഫാദർ എന്നും വിളിക്കുന്നത്. എനിക്കിപ്പോൾ 10 ഭാഷകളും സംസാരിക്കാൻ അറിയാം. ഹിന്ദി, ആസാമീസ്, കാസി, നേപ്പാളി, മണിപ്പൂരി, അങ്കാമി, റോങ്മായി,
താങ്കുൾ എന്നീ ഭാഷകൾ സംസാരിക്കാനും കുർബാന എല്ലാനും ഒക്കെ അറിയാം. പിന്നെ അതുമാത്രമല്ല, എനിക്ക് ഭാഷയിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നന്മ നിറഞ്ഞു പറയുമ്പോൾ എന്ന പ്രാർത്ഥന ഞാൻ 27 ഭാഷയിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കൊന്ത ചെല്ലുന്ന നേരത്ത് ഓരോ മിസ്റ്ററിയും വേറെ വേറെ ഭാഷയിലാണ് പറയുന്നത്. അത് അറിയാവുന്ന മനുഷ്യരുടെ കൂടെ ചെല്ലുമ്പോൾ അവർക്ക് വളരെ വളരെ സന്തോഷമാണ്, അവരുടെ ഭാഷയിൽ തന്നെ. സൈക്കിളിൽ ഞാൻ ഇംഫാലിലാണ് തുടങ്ങിയത്, മണിപ്പൂരിന് തലസ്ഥാനം. അവിടെ ഞങ്ങൾക്ക് ഒരു 8-9 വില്ലേജസ് ഉണ്ട് ഞങ്ങളുടെ പാരീഷിൽ തന്നെ. എല്ലാ പാരീഷിലും ഞാൻ സൈക്കിളിൽ പോകുമായിരുന്നു. ഞായറാഴ്ച ദിവസത്തിൽ അച്ഛൻ എന്നോട് പറയും ഈ വില്ലേജിൽ പോകണം. സാധാരണ അച്ഛന്മാരോട് പറഞ്ഞാൽ വണ്ടി അറേഞ്ച് ചെയ്യണം, ഡ്രൈവർ അറേഞ്ച് ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് അതൊന്നും വേണ്ട, സ്ഥലം പറഞ്ഞാൽ മതി, ഇതിൻ്റെ മാസ് ബോക്സ് ഞാൻ എടുത്തോളും, വെസ്റ്റ്മെൻറ്റ്സ് ഞാൻ എടുത്തോളും. ആ സൈക്കിളിൽ അങ്ങ് പോയി. അതുകൊണ്ട് ഞങ്ങളുടെ പാരീഷിൽ തന്നെ ഡോൺ ബോസ്കോ ഇംഫാലിൽ നിന്ന് ഉള്ള എല്ലാ ഗ്രാമത്തിലും, ഇംഫാൽ ഡിസ്ട്രിക്റ്റ്, ഇംഫാൽ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഡിസ്ട്രിക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കേഹാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 4 വർഷം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് 6 ഗ്രാമങ്ങളുണ്ട്. ഒരു ഗ്രാമം 40 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ പോകാനും എല്ലാ ഞായറാഴ്ച 4 കുർബാന ഉണ്ടായിരുന്നു. രാവിലെ 6 മണിക്ക് ഒരു കുർബാന, പിന്നെ 10 മണിക്ക്, 2 മണിക്ക്, 4 മണിക്ക്. ഇതെല്ലാം സൈക്കിളിൽ തന്നെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. മണിപ്പൂരിലെ എല്ലാ സ്ഥലങ്ങളിലും പോയി. പിന്നെ ഞാൻ മണിപ്പൂരിൽ നിന്ന് ഡിമപ്പൂരിൽ ഞങ്ങളുടെ മീറ്റിങ്ങിന്, റിട്രീറ്റിനൊക്കെ പോകുമ്പോൾ നാഗാലാൻഡിലും വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആസാമിൽ ഒരു സ്കൗട്ട് ക്യാമ്പിനൊക്കെ ഗുവാഹട്ടിയിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് സൈക്കിളിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുവാഹട്ടിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്കും പോയി. നോർത്ത് ഈസ്റ്റിലുള്ള മിക്ക സ്ഥലത്തും സൈക്കിൾ ഞാൻ ചവിട്ടി പോയിട്ടുണ്ട്. കാരണം അവിടെ എളുപ്പമാണ് പോകാൻ. അത് മാത്രമല്ല, എനിക്കൊരു എൻജോയ്മെൻ്റാണ് സൈക്കിൾ ചവിട്ടുമ്പോൾ. മണിപ്പൂരിലെ എല്ലാ സ്ഥലങ്ങളും കഴിഞ്ഞിട്ട് എനിക്ക് കേരളം അന്ന് കാണണമെന്ന് ആശയമുണ്ടായിരുന്നു. കാരണം ഞാൻ 12ാമത്തെ വയസ്സിൽ കേരളം വിട്ടു മിഷൻ പ്രവർത്തനത്തിനായി പോയി. പിന്നെ ഈ മണിപ്പൂരിൻ്റെ സംഘർഷത്തിൻ്റെ സമയത്ത് മലയാളികൾ ഒരുപാട് പേര് സഹായിച്ചു. അതുകൊണ്ട് മണിപ്പൂരിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും പോകാൻ ഒരു ആശയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 2025 ജാനുവരി 1 മുതൽ ജാനുവരി 9 വരെ ഞാൻ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മാംഗ്ലൂർ വരെ പോയി. 822 കിലോമീറ്റർ ആയിരുന്നു അത്. അഷ്ടമുടി കായലിൻ്റെ ഒരു ശാഖയാണ്. അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് എൻ്റെ വീട്. കൊല്ലം രൂപതയിൽ കണ്ടച്ചിറ ഇടവകയാണ് ഞങ്ങളുടെ സ്ഥലം. 1955 ഞാൻ ജനിച്ചത്. 1968 ഇവിടുന്ന് വീട് വിട്ട് സലീഷ്യൻ സെമിനറി പച്ചാളത്ത് 1 വർഷം നിന്നു. അത് കഴിഞ്ഞിട്ട് 69 മുതൽ ഞാൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് പോയി. അവിടുത്തെ പഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് 1983 ഞാൻ ഒരു സലീഷ്യൻ പ്രീസ്റ്റായിട്ട് അഭിഷേകം സ്വീകരിച്ചത്. അപ്പച്ചൻ്റെ പ്രേരണ കാരണമാണ് ഞങ്ങൾ ഇത് വൈദികനാകാനുള്ള ഒരു കാഴ്ചപ്പാട് മനസ്സിൽ വന്നത്. 4 ആൺമക്കളിൽ 3 പേര് അച്ഛന്മാരായി. ഞാൻ 3ാമത്തെ അച്ഛനാണ്. എൻ്റെ ഇളയ പെങ്ങളൊരു കന്യാസ്ത്രീ ഉണ്ട്. അപ്പച്ചൻ്റെ ത്യാഗമാണെന്ന് പറയാം നമ്മുടെ ദൈവവിളിക്കുള്ള കാരണം. വീട് വിട്ടിട്ടുണ്ടെങ്കിലും ലോകമെല്ലാം നമ്മുടെ വീട് തന്നെ. ഈശോ പറഞ്ഞ പോലെ ഒരു വീട് വിട്ട് ഒരു കൂട്ടരെ ഉപേക്ഷിച്ച് പോയാൽ അതിനൊന്നും പേടിക്കാനില്ല. അതിന് പകരം 1000 പേരെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ സൈക്കിൾ അതല്ല മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതൊരു വഴിയാണ്. ആ വഴി ഉപയോഗിച്ച് പ്രസംഗിക്കണം, സുവിശേഷം പ്രസംഗിക്കണം. ഏത് വഴിയായാലും ഏത് സമയത്തായാലും എല്ലാ സമയത്തും അത് തന്നെ ചെയ്യും. ഐ മസ്റ്റ് പ്രീച്ച് ദ ഗോസ്പൽ. ദാറ്റ്സ് വൈ ഐ കെയിം ടു ദിസ് വേൾഡ്.